എടാ, ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും ഹൈദരാബാദ് സൺറൈസേഴ്സിന്റെയും കളിയുണ്ട്, കേറി കണ്ടോ. പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നവൻ ഫോണിൽ ക്രിക്കറ്റ് ഓണാക്കി വെച്ചോണ്ടിരിക്കുന്നേ. ഇവന് അതിന്റെ ഇടയ്ക്കിരുന്ന് ഫേസ്ബുക്കിൽ കയറുന്നു, വാട്സാപ്പിൽ കയറുന്നു. പിള്ളേരൊക്കെ ഇപ്പൊ ഇൻസ്റ്റായിക്കകത്താന്നാ പറയുന്നത്. ഇൻസ്റ്റായി കയറുന്നു, അങ്ങനെ വലിയ പരിപാടിയാ. പിന്നെന്തോടാ, എന്താ സ്നാപ്ചാറ്റോ അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് അറിയത്തുമില്ല. ടെലഗ്രാമോ ഏതാണ്ടൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെയാ സുവിശേഷം എത്ര ഭംഗിയായി പ്രസംഗിച്ചാലും അതിലേക്ക് വരത്തില്ല. എന്താ കാര്യം? കളിക്കാൻ പോകുന്നതിന് മണിക്കൂറുകൾ ഒരു കുഴപ്പമില്ല. പ്രാർത്ഥനയ്ക്ക് വിളിക്കും, ഓ ഞാൻ വരുന്നില്ല, മമ്മി പോക്കോ. എന്താ ഇൻട്രസ്റ്റ് ഇല്ല. എന്തുകൊണ്ടാണ് കുഞ്ഞെ ആത്മീക വിഷയത്തിൽ നിനക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത്? നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. എന്താ നിനക്ക് സ്പിരിച്വാലിറ്റിയിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത? ഒന്ന് പാടാൻ, ഒന്ന് പ്രാർത്ഥിക്കാൻ, ബൈബിൾ ഒന്ന് വായിക്കാൻ, ഒരു സുവിശേഷ പ്രസംഗം കേൾക്കാൻ എന്നാ നിനക്ക് താല്പര്യമില്ലാത്ത? താല്പര്യം ഉണ്ടാകാതിരിക്കത്തക്ക വിധത്തിൽ ഈ ലോകത്തിന്റെ ദൈവം അതിന്റെ വെനം ഇൻജക്ട് ചെയ്തിരിക്കുക. തെറ്റിച്ചു കളയുന്ന പ്ലാനോസ്, വഴിതെറ്റിക്കുന്ന, വഞ്ചിക്കുന്ന, ചതിക്കുന്ന ആ വ്യാപാരങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്. അതിന്റെ പ്രഥമ ശക്തിയ ടു ലീഡ് അവേ ഫ്രം ദ ട്രൂത്ത്. സത്യത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു. അതിന്റെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഹു ഫൂൾസ് എവരിവൺ ഓൺ എർത്ത്. വിഡ്ഢികളാക്കി കളയുക മനുഷ്യനെ, വിഡ്ഢികളാക്കി കളയുക എന്ന് പറഞ്ഞാൽ അപ്പൻ ഏതാണെന്നറിയത്തില്ല, അമ്മ ഏതാണെന്നറിയത്തില്ല. വിഡ്ഢികളാക്കി കളയുക. മനുഷ്യത്വത്തിന്റെ സകല മൂല്യങ്ങളെയും ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്നു. കണ്ടോ? ബൈബിളിൽ നിന്ന് എത്ര കൃത്യതയോടെ, എത്ര ആധികാരികതയോടെ പ്രസംഗിച്ചാലും ആ പ്രസംഗിക്കുന്ന പ്രസംഗം, ആ തേജസ്സുള്ള സുവിശേഷം അത് ശോഭിക്കാതിരിക്കാൻ ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുകയാണ്.